guys, welcome back to my YouTube channel and welcome to our Moonar vlog day 2. ചെക്കൗട്ട് 11 മണിക്കാണെന്നുണ്ടെങ്കിലും നമ്മളൊരു 7:30 ആയപ്പോൾ ഇറങ്ങി കേട്ടോ. നമ്മുടെ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് നമ്മൾ ഇറങ്ങണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ വന്നിട്ട് വീണ്ടും ബാഗ് എടുത്ത് പോകാമെന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങിയപ്പം എല്ലാം കൂടി എടുത്തിട്ട് ഇറങ്ങി. എന്തെങ്കിലും ലാസ്റ്റ് മിനിറ്റ് നമ്മൾ മറന്നു വെച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചെക്കിംഗ് ഒക്കെ കൂടി കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി കേട്ടോ. നമ്മുടെ ഫസ്റ്റത്തെ പരിപാടി ഈസ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് മൂന്നാർ സെൻറ്ററിലോട്ടാണ്. അവിടെയുള്ളൊരു SN റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോണേ. റിസോർട്ടിൽ ഫുഡ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും 8 മണി തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ 7:30 ആയപ്പോഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഈ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പഴയൊരു റെസ്റ്റോറൻറ്റാണ്. 100 വർഷത്തിന് മേലെയായിട്ട് ഇവിടെ പ്രവർത്തിച്ച് വരുന്നൊരു റെസ്റ്റോറൻറ്റാണ്. നമ്മൾ ഗീ ദോശയും നോർമൽ പേപ്പർ ദോശയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല ദോശയായിരുന്നു കേട്ടോ. അങ്ങനെ കുറ്റം പറയാനുള്ള പ്രശ്നങ്ങളും ഇല്ല. എന്നാൽ ഫാക്ടർ ഇല്ല. ഒരു നോർമൽ ഇത്തിരി വലിയ കുഴപ്പമില്ലാത്ത ദോശ. സാമ്പാർ കൊള്ളില്ലായിരുന്നു. അവിടെ നമ്മൾ നേരെ ഇറങ്ങിയിട്ട് പോകുന്ന വഴിക്ക് കണ്ട ഒരു പൈപ്പ് ലൈനാണിത്. ഇത് മേലത്തെ പവർ ഹൗസിൽ നിന്ന് താഴത്തോട്ടേക്ക് വെള്ളം പോകുന്ന പൈപ്പ് ലൈനാണ് കേട്ടോ. ആക്ച്വലി കുറേ സ്ഥലങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഐറ്റിനറി ഉണ്ടാക്കാറുണ്ട് ഞാൻ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ. പക്ഷേ ഈ ഒരു സ്ഥലത്തേക്ക് വന്നപ്പോൾ ഞാനതൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ടുപോകുന്ന കുട്ടി പറയുന്ന മെയിൻ പോയിൻറ്റ്സിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ പോയത് ഈ ഒരു ഫോട്ടോ പോയിൻറ്റിലാണ്. നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് അവിടുത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ചു പോയി. എവിടെ നോക്കിയാലും ഇതേപോലെ ഫോട്ടോ പോയിൻറ്റ്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. ഇതിൻ്റെ പേര് ഗ്യാപ്പ് റോഡ് എന്നാണ് തോന്നുന്നു നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമാണ്. ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽക്കൂടെ ഒരു കുഞ്ഞു റോഡ്. അവിടെ ഇതുപോലെ കുറേ പേര് ഇറങ്ങി നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയാണ്. ചുറ്റിനും ഇത്രയും പച്ചപ്പും ആ വരി നിരയും ഒഴിപ്പിച്ച് നിൽക്കുന്ന ആ ഒരു തേയിലക്കാടെന്നാണോ തേയിലത്തോട്ടം എന്നാണോ പറയുക, തേയിലത്തോട്ടങ്ങളും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂടെ വന്ന കുട്ടീനെ പറ്റി പറയാമെന്ന്. അവൻ്റെ പേര് അരുൺ എന്നാണ്. അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് PG തമിഴാണ് പഠിക്കുന്നത്. അത് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു കൗതുകം തോന്നി കേട്ടോ. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, പ്രൊഫസറാവാൻ വേണ്ടിയിട്ടാണോ നീ അത് പഠിക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു അല്ല, എനിക്ക് ട്രാൻസ്ലേറ്ററാണ് ആവേണ്ടതെന്ന്. അപ്പം തന്നെ ഞാൻ ഇതുവരെ അങ്ങനെ ഒരാൾ എനിക്ക് ട്രാൻസ്ലേറ്റർ ആവണമെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. സോ എനിക്കത് വല്ലാത്തൊരു കൗതുകമായിരുന്നു അങ്ങനെ അവൻ പറഞ്ഞപ്പോൾ കേട്ടോ. പിന്നെ പതുക്കെ നമ്മൾ സംസാരിച്ചു തുടങ്ങി. അവൻ്റെ ഫാമിലി മാറ്റേഴ്സൊക്കെ പറയാൻ തുടങ്ങി. ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് ഹിം. അവൻ വളരെ കുഞ്ഞിലെ തൊട്ട് എനിക്ക് തോന്നുന്നു കുഞ്ഞു പ്രായത്തിലോട്ട്, അതായത് ഒരു UP സ്കൂളൊക്കെ പഠിക്കുന്ന ആ ടൈം തൊട്ട് അവൻ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവൻ്റെ താഴെയുള്ള സിബ്ലിങ്സിനെയും അമ്മേനെയും അവനാണ് നോക്കുന്നത്. അവൻ്റെ അമ്മ ജോലിക്ക് പോകുന്നുണ്ട്, പക്ഷെ അമ്മയ്ക്ക് വയ്യ. അപ്പം അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നതും അവൻ സ്വന്തമായിട്ട് നോക്കുന്നതും അവൻ്റെ വീട്ടുകാര്യങ്ങളൊക്കെ അവനാണ് അധ്വാനിച്ച് നോക്കുന്നത്. അതിൻ്റെ കൂടെ അവൻ പഠിക്കുന്നുമുണ്ട്. അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ചെയ്യാത്ത പണികളില്ല, അവനറിയാത്ത പണികളില്ല. ആൻഡ് ഇതിനൊന്നും അവൻ ആരും കുറ്റപ്പെടുത്തുകയോ പഴി പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മനുഷ്യനാണ് ഞാൻ അവനിൽ കണ്ടത്. നെക്സ്റ്റ് നമ്മൾ പോയത് ഹോട്ട് എയർ ബലൂൺ ഉള്ള സ്ഥലത്തേക്കാണ്. നമ്മളിത് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു. ഈ ഒരു ഹോട്ട് എയർ ബലൂണിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നു. പക്ഷെ ഇതിൽ കയറാൻ മാത്രം വേർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്രയ്ക്കും ഫീൽ ചെയ്തില്ല. പേഴ്സണലി എനിക്കത് അത്രയ്ക്ക് അങ്ങ് ഉണ്ടെന്നൊന്നും ഫീൽ ചെയ്തില്ല. ഈ കയറ് കിട്ടിയിരിക്കുന്ന അത്ര ഹൈറ്റിൽ അതങ്ങ് മേലേക്ക് പോയിട്ട് ഈ ഹോട്ട് എയർ ബലൂൺ അവർ താഴത്തോട്ട് ഇറക്കും. ഇത്രയൊക്കെ ഉള്ളൂ സംഭവം. ഇത്രയും ചെയ്യുന്നതിന് ഇത്രയും എമൗണ്ട് മുടക്കുന്നത് വേർത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ കയറാഞ്ഞത്. ഇഷ്ടമുള്ളവർക്ക് കയറാവുന്നതാണ്, ട്രൈ ചെയ്യാവുന്നതാണ്. നമ്മളുടെ മൈൻഡ് അനുസരിച്ചിരിക്കും അതെല്ലാം. പിന്നെ നമ്മൾ കാണാൻ വന്നത് ഒരു ചോക്ലേറ്റ് ഫാക്ടറിയാണ്. അവിടെ തന്നെ അവരുടെ ഔട്ട്ലെറ്റും ഉണ്ട്, അതായത് അവരുടെ ഇൻഹൗസ് ചോക്ലേറ്റ്സ് വെക്കുന്ന ഔട്ട്ലെറ്റും ഉണ്ട്, മേലൊരു കഫേ ഉണ്ട്. ഇവിടെ നിന്ന് കുറച്ച് സാമ്പിൾസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് അവർ ചോക്ലേറ്റ്സ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല. ഒരു 10:30 ആവും സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മൾ നേരത്തെ കൂട്ടി പോയതുകൊണ്ടേ നമുക്കത് കാണാൻ പറ്റിയില്ല. പക്ഷേ അവിടെ നിന്ന് സാമ്പിൾസൊക്കെ എടുത്തിട്ട് നമ്മൾ പോന്നു. നമ്മൾ വാങ്ങിയില്ല, കാരണം 1 kg ഐ തിങ്ക് അറൗണ്ട് 2000 റുപ്പീസൊക്കെയാണ് വരുന്നത്. നമ്മളാരും ചോക്ലേറ്റ് ലവേഴ്സ് അല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ ചോക്ലേറ്റ്സ് ഒന്നും വാങ്ങിയില്ല. പിന്നെ നമ്മൾ പോയത് ഒരു കൈത്തറി യൂണിറ്റിലോട്ടാണ്.
ഒരു മുണ്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് 1 ഡേ പിടിക്കും. ഒരു സാരി ഉണ്ടാക്കാൻ 1.5 ദിവസം പിടിക്കുമെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. നമ്മൾ കുറച്ച് നേരം അതൊക്കെ കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഒരു സെറ്റ് മുണ്ട് ഒരു സെറ്റ് സാരി വാങ്ങണമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഇതുവരെ സെറ്റ് സാരി ഇല്ല. അപ്പോൾ ബർത്ത്ഡേ ആണല്ലോ, അതുകൊണ്ട് ഞാനൊരു സെറ്റ് സാരി അമ്മയ്ക്ക് അവിടെ നിന്ന് വാങ്ങിക്കൊടുത്തു. എനിക്കും കുറച്ച് സാരിയൊക്കെ ഞാൻ നോക്കി, പക്ഷേ എനിക്ക് എടുത്ത് വെച്ചിട്ട് എന്തിനാന്നുള്ള ഇതിൽ ഞാൻ സാരി ഒന്നും എടുത്തില്ല. അങ്ങനെ നമ്മൾ ഈ ഒരു സാരി മാത്രം എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. നമ്മൾ ഈ മ്യൂസിയത്തിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ ഗാന്ധിജിയൊക്കെ പിടിച്ചിരിക്കുന്ന ചർക്കയില്ലേ, ചർക്കാൻ തന്നെയാണെന്ന് തോന്നുന്നു, അതവിടെ ഉണ്ടായിരുന്നേ. പിന്നെ നമ്മൾ പോയത് ചെങ്കുളം ഡാം കാണാനാണ്. ഇതാണ് പോകുന്ന വഴിക്ക് ആ ഡാമിൻ്റെ ഒരു കാഴ്ച. എനിക്ക് തോന്നുന്നു അവിടെയുള്ള ഡാമിൽ, ഈ ഡാമിൽ മാത്രമാണ് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നത്. മാട്ടുപ്പെട്ടി ഡാമിലോട്ട് നമ്മൾ പോയില്ല, ഭയങ്കര തിരക്കായിരിക്കും, സൺഡേ ആണല്ലോ. അത് കാരണം കൊണ്ട് അങ്ങോട്ടേക്ക് പോകണ്ട എന്നാണ് നമ്മൾ തീരുമാനിച്ചത്. അതുകൊണ്ട് വേറെ 2 ഡാമിൽ പോയിരുന്നു. അതിൽ ഫസ്റ്റ് ഡാമാണ് ഈ ചെങ്കുളം ഡാം എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പാർക്കും അതിൻ്റെ ഉള്ളിൽ കുറച്ച് ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. ആകെ കൂടെ ചെയ്യാൻ തോന്നിയൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബോട്ട് റൈഡാണ്. പക്ഷെ അത് അപ്പച്ചനും അമ്മയ്ക്കും പേടിയായതുകൊണ്ട് പേടിയുള്ള കാര്യങ്ങൾ നിർബന്ധിച്ച് കയറ്റി അവരെ സ്ട്രെസ്സ് ചെയ്യിപ്പിക്കാൻ എനിക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ചുമ്മാ അവിടെ പോയി കുറച്ച് നേരം ഇരുന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നിട്ടില്ല കേട്ടോ. ബാക്കിയുള്ള സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പം ആ ബോട്ട് റൈഡിൻ്റെ സ്ഥലത്ത് ക്യൂ നിൽക്കുന്നവരുടെ ചെറിയൊരു തിരക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആക്ടിവിറ്റീസിൻ്റെ ഭാഗത്ത് കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നല്ലാണ്ട് നമുക്ക് അവിടെ ഇരുന്ന് സമാധാനമായിട്ട് സംസാരിച്ചിരിക്കാനുള്ള സ്ഥലവും ആ ഒരു കാംനെസ്സൊക്കെ ആ ഒരു സ്ഥലത്തിനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവർ വലിയ കമ്പനിയായിന്ന്. അവൻ്റെ ഫാമിലി ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കായിരുന്നു. അവർ ഫാമിലിയായിട്ട് ട്രിപ്പ് പോയതും അവൻ്റെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ അവർ കാണിച്ചു കൊടുക്കായിരുന്നു. അമ്മയും അപ്പച്ചനൊക്കെ വളരെ എന്തൂസിയസ്റ്റിക് ആയിട്ടായിരുന്നു എല്ലാം കാണുന്നുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവർക്ക് അവനെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടെന്ന്. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് നമ്മളവിടെ നിന്ന് ഇറങ്ങി. കുറേ നേരമൊന്നും നമ്മൾ ഓരോ സ്ഥലത്തും സ്പെൻഡ് ചെയ്യണില്ല, കുറച്ച് സമയം മാത്രമേ നമ്മൾ ഓരോ സ്ഥലത്തും സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ എല്ലാ സ്ഥലത്തും എത്തണമെന്ന് വരില്ല. കാരണം 5 മണിക്ക് നമുക്ക് ബസ്സുണ്ട്. ഈ ഡാമിൻ്റെ പുറത്തെ കുറേ ജീപ്പ് സഫാരീസിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരും വന്ന് നമ്മൾ ക്യാൻവാസ് ചെയ്യണ്ടായിരുന്നു. അതിൽ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്തു, പറഞ്ഞ് പേശിയൊക്കെ. അങ്ങനെ നമ്മൾ എടുത്ത് ജീപ്പ് സഫാരിക്ക് പോവാണ്. അപ്പം നമ്മൾ ഈ ഒരു 3 മണിക്കൂർ നമ്മൾ ഈ ജീപ്പിലായിരിക്കും, നമ്മൾ വന്ന ഓട്ടോയിലായിരിക്കില്ല. അപ്പോൾ അത്ര നേരം അവൻ പോസ്റ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അവൻ്റെ അടുത്ത് നമ്മൾ വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ 4 പേര് കൂടിയാണ് നമ്മൾ ഈ ഒരു സഫാരിക്ക് പോണേ. ഈ ഒരു റൂട്ട് ഉണ്ടല്ലോ, ഈ ജീപ്പിൽ പോണ റൂട്ട്, അത് ഈ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ പോണ പോലത്തെയാണ്. പണ്ടത്തെ ഈ നാട്ടുംപുറം വഴിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു വഴിക്കോടൊക്കെ ആയിട്ടാണ് ഇവിടെ പോകുന്നത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ജീപ്പ് റൈഡ്. എടുത്തില്ലായിരുന്നെങ്കിൽ അത് നഷ്ടമായി പോയാനെ. 3 മണിക്കൂറിൽ അവർ നമ്മളെ കുറച്ചധികം സ്ഥലം കവർ ചെയ്യിപ്പിക്കുന്നുമുണ്ട്. നമ്മൾ പോണ റൂട്ടിൽ ഏലത്തോട്ടങ്ങൾ നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആ ചേട്ടൻ നിർത്തിയിട്ട് ഇങ്ങനെ കാണിച്ചു തന്നു, അത് വേരിലാണ് ഉണ്ടാകുന്നത്. ആ പൂക്കളുണ്ടല്ലോ, ആ പൂക്കൾ കൊഴിഞ്ഞു പോയിട്ട് പിന്നെ അവിടെയാണ് ഏലം വരുന്നത്. അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു. ഞാൻ ഇത്ര അടുത്ത് ഇത് കണ്ടിട്ടില്ല മുന്നേ. അപ്പോൾ എനിക്കത് കൗതുകമായിട്ട് തോന്നി, ആ പൂവ് കൊഴിഞ്ഞു പോയിട്ടാണ് ആ സംഭവം ഉണ്ടാവണമെന്നൊക്കെ പറഞ്ഞപ്പോൾ. പിന്നെ വീണ്ടും നമ്മൾ യാത്രകൾ തുടർന്നു. മറ്റേ ചെമ്പരത്തി നിറഞ്ഞു നിൽക്കുന്ന കാടുകൾ, കുഞ്ഞി പൊന്തക്കാടുകൾ, വലിയ മരങ്ങൾ, അങ്ങനെയൊക്കെ നിറഞ്ഞ അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നൊരു കുഞ്ഞു വഴി. വളരെ ക്യൂട്ടായിട്ടുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു റോഡായിട്ടായിരുന്നു കേട്ടോ എനിക്കത് ഫീൽ ചെയ്തത്. അങ്ങനത്തെ കുറേ ദൂരം ഇങ്ങനത്തെ തന്നെയായിരുന്നു റോഡ്. പിന്നെ ജീപ്പിലിരുന്ന് പോവാനും നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ജീപ്പ് സഫാരീസ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു സഫാരി നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് കണ്ട ഒരു സ്ഥലമാണ് ഈ സിപ്പ് ലൈനിൻ്റെ. കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു, എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ നമ്മളവിടെ നിർത്തിയിട്ട് പോകാൻ തീരുമാനിച്ചു. വേറെ ആരും പോയില്ല. ഞാൻ അവൻ്റെ അടുത്ത് നിർബന്ധിച്ചായിരുന്നു വാടാ ചെയ്യടാന്ന്. പക്ഷെ അവനും ആ സമയത്ത് എന്തോ ധൈര്യക്കുറവാണോ എന്തോണെന്ന് എനിക്കറിയില്ല, അവൻ ചെയ്തില്ല. എനിക്കും ഭയങ്കര ധൈര്യമായിട്ടൊന്നുമല്ല, പക്ഷേ എന്താ പറയുക, കറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയില്ല എന്നുള്ളതല്ലല്ലോ. എനിവേ നമ്മളതങ്ങ് ചെയ്യാമെന്നല്ലേ. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും വന്നതല്ലേ ചെയ്യാമെന്ന്. അങ്ങനെ നമ്മൾ സിപ്പ് ലൈൻ ചെയ്യാണ്. ഇത് അത്യാവശ്യം ദൂരവും ഹൈറ്റും ഉണ്ട് കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ കൈ വിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു മിസ്റ്റേക്ക്. ചെറിയൊരു പേടി മനസ്സിലുള്ളത് കൊണ്ടാണ്. പക്ഷെ മേലെ ഇരുന്ന് താഴത്തോട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാനതിൻ്റെ ഡ്രോൺ ഷോട്ട് അവർ പ്രൊവൈഡ് ചെയ്തത് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ.
ഞാൻ പറഞ്ഞില്ലേ ഇതാണ് അവർ പ്രൊവൈഡ് ചെയ്ത ഒരു ഡ്രോൺ ഷോട്ട്. ഇതിന് എക്സ്ട്രാ നമ്മൾ പേ ചെയ്തിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. പക്ഷേ ഇത് വർത്ത് ആണെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ക്യാമറയിലെടുത്താൽ ഇത്രയും വൈഡ് ആയിട്ടുള്ളൊരു ഏരിയ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ആംഗിളിലുള്ളൊരു വീഡിയോ കിട്ടില്ലല്ലോ. ഞാൻ ഇതിന് മുമ്പ് ഒരു തവണ സിപ്പ് ലൈൻ ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂർ വെച്ചിട്ട്. അതിൻ്റെ വീഡിയോ എനിക്ക് ഇല്ല. അപ്പോൾ ഇപ്രാവശ്യം ഇത് ചെയ്തപ്പോൾ ഐ തോട്ട് ഒരു നല്ല വീഡിയോ ഇരുന്നോട്ടെ എൻ്റെ കയ്യിലെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് എക്സ്ട്രാ പേ ഒക്കെ ചെയ്ത് ഈ വീഡിയോ എടുത്തത്. ആൻഡ് എന്തായാലും അത് വേർത്താണ്. നെക്സ്റ്റ് നമ്മൾ പോണത് ഒരു വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വലിയ വാട്ടർഫോൾ എന്നല്ല, ഇന്നലെ നമ്മൾ കണ്ടില്ലേ അതേപോലത്തെ ഒരു ചെറിയൊരു വാട്ടർഫോൾ തന്നെയാണ്. പേരെന്തോ റിപ്പിളോ അങ്ങനെ എന്തോ ഒരു വാട്ടർഫോൾസാണ്. അവിടെ ഇതേപോലെ കുറേ ഷോപ്സ് ഉണ്ട് നമുക്ക് എന്തെങ്കിലും സുവനിയേഴ്സൊക്കെ വാങ്ങാനുള്ള. ഞാൻ ഇവിടെ നിന്നൊരു സുവനിയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഇത് വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നു, ആ ഒരു വെള്ളമാക്കി കഴിഞ്ഞ് അങ്ങനെ ഊതുന്ന കിളിയില്ലേ. പക്ഷെ അത് ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് അത് വാങ്ങാൻ മറന്നുപോയി. വേനൽക്കാലം ആയതുകൊണ്ട് വളരെ വെള്ളം കുറവാണ്. അതുകൊണ്ടാണ് ഇത്രയും രസം തോന്നാത്തതെന്ന് തോന്നുന്നു. നമ്മളൊരു ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ ടൈമിൽ വന്നു കഴിഞ്ഞാൽ അന്ന് മഴക്കാലം അല്ല താനും വെള്ളം ഉണ്ടാവും എന്ന് തോന്നുന്നു. ഇത് ഞാൻ നല്ല വേനലിൽ വന്നുകൊണ്ട് അത്ര വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഇത്തിരി രസക്കുറവ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പച്ചനും അമ്മയ്ക്കായാലും അതെ. ഇപ്പം നമ്മൾ അതിരപ്പള്ളിയൊക്കെ കണ്ടിട്ട് പിന്നെ ഇങ്ങനത്തെ കുഞ്ഞു ചാട്ടങ്ങൾ വന്ന് കാണുമ്പോൾ ഒന്നില്ലെങ്കിൽ പിന്നെ അതിൽ ഇറങ്ങാൻ പറ്റണം, അല്ലെങ്കിൽ അത് കാണുന്നത് അത്ര വലിയ സംഭവമായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. അങ്ങനെ തന്നെയാണ് എനിക്കും അപ്പച്ചനും അമ്മയ്ക്കൊക്കെ ഫീൽ ചെയ്തത്. അവരിങ്ങനെ പറയുമായിരുന്നു, കണ്ടോ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പൊത്തുകളും കുണ്ടുകളൊക്കെ ഉണ്ട്, അതിൽ മൊത്തം വെള്ളം കിടക്കുന്നുണ്ടാവും, അതുകൊണ്ട് അതിൽ ഇറങ്ങരുത് എന്ന് പറയണതെന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശമൊക്കെ ആയിരുന്നു ആ സമയത്ത്. ഞാൻ പറഞ്ഞില്ലേ ഒരു കുഞ്ഞി പീക്കിരി വെള്ളച്ചാട്ടമാണിത്. എനിക്ക് തോന്നുന്നു ചെങ്ങാലൂർ ഞാൻ ട്യൂഷന് പോകുന്ന വഴിയിൽ മഴക്കാലത്ത് സൈഡിൽ നിന്ന് ഒരു വെള്ളം ചാടുമായിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്തല്ല, ട്യൂഷന് പോണ വഴിക്ക്. ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അത്രയേ ഉള്ളൂ ഇത്. അതുകൊണ്ട് ഇത്ര വലിയ വെള്ളച്ചാട്ടം എന്നൊന്നും പറയാനില്ല. ബട്ട് സ്റ്റിൽ ഞാൻ അവരവിടെ നിർത്തി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. നെക്സ്റ്റ് വന്നത് ഒരു തൂക്കുപാലം കാണാനാണ്. തൂക്കുപാലം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ആടുന്ന പോലത്തെ പാലമൊന്നുമല്ല, നോർമൽ ഒരു പാലം. അങ്ങനത്തെ ഒരു സെറ്റപ്പിലുള്ള പാലം എന്നുള്ളൂ. ഇങ്ങനെ കിടന്ന് ആടുമൊന്നുമില്ല. പിന്നെ ഒരു ചേട്ടൻ നടന്ന് അതുമ്മ ചാടിയിട്ടൊക്കെ തുള്ളി അതിനെ ആട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്താൽ മാത്രം ആടുന്ന ഒരു പാലം. അവിടെ നമുക്ക് നമ്മുടെ പവർ ഹൗസിൻ്റെ ആ ഭാഗമൊക്കെ കാണാം കേട്ടോ. അതൊക്കെ കാണാം. പിന്നെ അവിടെ നിന്ന് വരുന്ന വെള്ളം വരുന്ന റൂട്ടാണ്, പക്ഷെ ഇപ്പോൾ ഉണങ്ങിക്കടിച്ചാണ് കിടപ്പ്. അവിടെ നിന്ന് നമ്മൾ പിന്നെ കാണാൻ പോയത് പൊന്മുടി ഡാമാണ്. പൊന്മുടി ഡാം അത്യാവശ്യം വലുതാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേനലായതുകൊണ്ട് അഫ്കോഴ്സ് വെള്ളമില്ല. അത് കാരണം കൊണ്ട് ഇത്തിരി ഭംഗി കുറവുണ്ട്. വെള്ളം വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ല രസമായിരിക്കും കാണാൻ. കാരണം പോകുന്ന വഴിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ ഒരു മണ്ണ് കയറി കിടക്കുന്ന സ്ഥലമില്ലേ, അവിടെയൊക്കെ വെള്ളം നിറയും. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതിൽക്കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ട് റൈഡും ഉണ്ട്. ബോട്ട് റൈഡ് ആ ഒരു സമയത്തൊക്കെ നല്ല രസമായിരിക്കും ഇപ്പോൾ ഉള്ളതിനേക്കാളും. കണ്ടോ ഈ വരണ്ട് കിടക്കുന്ന ഭാഗം, അതിലൂടെയൊക്കെ വെള്ളം പോകുന്നതാണ്. അതായത് ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ വെള്ളം പോകുന്ന ഒരു ഭാഗമൊക്കെയാണ്. ഇപ്പോൾ ഒന്നും ഇല്ലാണ്ട് വെള്ളമേ ഇല്ലാണ്ട് കിടപ്പായതുകൊണ്ട് വലിയ രസമില്ല. അങ്ങനെ നമ്മൾ പൊന്മുടി ഡാമിൽ എത്തി. അവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. കാരണം അവിടെ കാണാനൊക്കെ രസമുണ്ടായിരുന്നു. അതുപോലെ അവിടെ കുറച്ച് തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെയും നമ്മൾ ബോട്ടിങ്ങിനൊന്നും ഇറങ്ങിയില്ല. എൻ്റെ അപ്പച്ചനും അമ്മയ്ക്കും ബോട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേടിയൊക്കെയാണ്. അത് കാരണം കൊണ്ട് നമ്മൾ അകലെ നിന്ന് കണ്ടാസ്വദിക്കുന്ന പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ച് കുറച്ച് നേരം അങ്ങനെ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം നമ്മൾ പറഞ്ഞല്ലോ 5 മണിക്ക് ബസ്സാണ്. അതിന് മുമ്പ് നമുക്ക് കാണേണ്ട സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വേണം ഇറങ്ങാനായിട്ട്. പിന്നെ നമ്മൾ പോയത് ഒരു വ്യൂ പോയിന്റിലോട്ടാണ്. അതായത് വലിയൊരു കൊക്ക പോലത്തെ ഒരു സ്ഥലത്തോട്ടാണ്. പക്ഷെ അങ്ങോട്ടേക്ക് ഇറങ്ങി നിന്ന് കാണാനുള്ളൊരു ധൈര്യം എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ അത്രയും തെറ്റത്തേക്കൊന്നും പോയില്ല. പിന്നെ എല്ലാ സ്ഥലത്ത് വന്നാലും നമ്മുടെ ആൾക്കാരെ അത് പറഞ്ഞാൽ മതി, നിറയെ വേസ്റ്റ് ഇട്ടിട്ട് അത്രയും ഭംഗിയുള്ള സ്ഥലം വൃത്തികേടാക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഇവിടെയും ഉണ്ടായിരുന്നു. അവിടെ നിറയെ ചപ്പും ചവറും കിടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ സൂമൊക്കെ വെച്ചിട്ട് എത്രത്തോളം സൂം ആവുന്നുണ്ട്, എങ്ങനെ കാണുന്നുണ്ട് എന്നൊക്കെ പരീക്ഷിക്കുന്ന ഒരു ദൃശ്യമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ റോഡാ നോക്കണം. യെസ്, ഇത് ചൂടാ.
യെസ് ഗൈസ്, മിനിറ്റിന് വെച്ചിട്ടായിരുന്നു വെതർ മാറുന്നുണ്ടായിരുന്നത്. രാവിലെ നല്ല തണുപ്പായിരുന്നു, ഉച്ചയ്ക്ക് നല്ല ചൂടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ഡാമിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്കും, ഡാമിൻ്റെ അവിടെ അല്ല, ഈ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും കാലാവസ്ഥ വീണ്ടും മാറി നൈസായിട്ട് തണുപ്പായി തുടങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ലഞ്ചിൻ്റെ ടൈമായി, നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് കയറി. ഞങ്ങൾ 3 പേരും ബിരിയാണിയും അപ്പച്ചൻ ചോറുമാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ അത് നമ്മൾ കഴിച്ചിട്ട് പിന്നെ നമ്മൾ പോയത് ആയുർ വാലിയിലാണ്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആയുർവേദ ചെടികളൊക്കെ വളർത്തുന്ന, അത് വെച്ചിട്ടുള്ള മരുന്നുകൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന ഡോക്ടേഴ്സൊക്കെയുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ വീഡിയോ അധികം എടുക്കൽ അലൗഡ് അല്ല, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. നിറയെ സാധനങ്ങളുണ്ടായിരുന്നു. അവിടെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, സ്പൈസസ്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ പോകുന്നത് അടുത്തൊരു വ്യൂ പോയിൻ്റ് കാണാനാണ്. ഈ സമയമായപ്പോഴേക്കും റോഡ് മൊത്തം കോട കയറി നമുക്ക് കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിലായി, തണുപ്പൊക്കെ ആയി. നല്ല രസമായിരുന്നു, നല്ല അടിപൊളി വെതറായിരുന്നു. പക്ഷേ ആകെയുള്ളൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ കണ്ണ് കാണാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇവർക്കിത് ശീലമായതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. നട്ടുച്ചയാണ് സമയം, എന്നിട്ടാണ് ഇത്രയും തണുപ്പും ഇത്രയും കോട കേട്ടോ. ഒരു അരമണിക്കൂർ മുമ്പ് ഭയങ്കര ചൂടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞപ്പോൾ ആ കോടയൊക്കെ മാറി ഒന്ന് ഓക്കെ ആയി. അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ, നമ്മൾ പറഞ്ഞ വ്യൂ പോയിന്റിലോട്ട് പോകാം. കാരണം മേലെ പോകുമ്പോൾ ഇത്രയും ഫോഗ് ഉണ്ടെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല എന്ന്. അപ്പോഴേക്കും എല്ലാം തെളിഞ്ഞതുകൊണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ആ സ്ഥലത്തോട്ട് കയറിട്ടോ. നമുക്ക് മേലെ കയറി പോകണം. ആ കയറി പോകുന്ന ആ ഒരു വഴി കാണാനും നല്ല രസമാണ്. നിങ്ങൾക്ക് കാണാമല്ലോ, ഇങ്ങനെ പച്ച പരവതാനി പോലെ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷേ നമ്മളുടെ നിർഭാഗ്യവശാൽ ഈ മലയും താണ്ടി നമ്മൾ മേലെ കയറി ചെന്ന് തുടങ്ങിയ സമയത്ത് താഴെന്ന് പതുക്കെ കോട മേലോട്ട് കയറി വന്ന്, എനിക്കറിയില്ല കേട്ടോ അതിൻ്റെ ഫ്ലോ, താഴെന്ന് മേലോട്ട് കയറി വന്നതാണോയെന്ന്. സംഭവം എവിടെന്നോ വന്ന് നമ്മൾ ആ പ്രോപ്പറായിട്ടുള്ള വ്യൂ പോയിൻ്റ് എത്തുമ്പോഴേക്കും വീണ്ടും കോട കയറി വന്നു. ആസ് യു ക്യാൻ സീ, കണ്ടോ, കയറി വന്നു തുടങ്ങി. ആ പച്ചപ്പൊക്കെ കാണുന്നില്ല. ഇതായിരുന്നു നമ്മുടെ ആ വ്യൂ പോയിൻ്റ്. പക്ഷെ ഒന്നും കാണുന്നില്ല താഴോട്ടേക്ക്. നമ്മൾ വിചാരിച്ചു കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നോക്കാമെന്ന്. അപ്പോഴേക്കും നല്ല മഴയും വന്നു. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ നേരെ ചായ കുടിക്കാൻ വന്നു. ഞാൻ ചായയും പരിപ്പുവടയും എന്നത്തെയും പോലെ പറഞ്ഞു, അവർ ചായയും കട്ട്ലറ്റും പറഞ്ഞു. അങ്ങനെ അത് കഴിച്ചിട്ട് നമ്മൾ നേരെ ബസ്സിൽ പോയി കയറി. അപ്പോഴേക്കും 5 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ മൂന്നാർ വിശേഷങ്ങൾ. ഇതോടുകൂടെ എല്ലാം കഴിയാണ്. നമ്മൾ വണ്ടി കയറിയപ്പോഴേക്കും മൂന്നാർ ഭയങ്കര മഴയുണ്ടായിരുന്നു. ഞാൻ വിചാരിക്കായിരുന്നു മൂന്നാർ നമ്മൾ പോകണോണ്ട് കരയാത്. അപ്പോൾ അത്രയ്ക്കൊക്കെയുള്ള വിശേഷങ്ങൾ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. ഐ ലവ് യു. സയനോര.